ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ലെസ് സ്പഞ്ച് കേക്കാണ്. നമ്മൾ പല കേക്കുകളും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബേസിക് കേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ച് കേക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 1/3 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ് ഉള്ളത്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് ചേർത്തിട്ടുള്ളത് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നാക്കി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യം പോലെ ഓയിലോ ബട്ടറോ ഏതെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മൂന്നും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇടഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടഞ്ഞ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഫ്ലേവറിനായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം പോലെ വാനില എസൻസോ അതല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ അതല്ല നിങ്ങൾ ഇനി മറ്റെന്തെങ്കിലും എസൻസാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, പൈനാപ്പിൾ എസൻസോ ചോക്ലേറ്റ് എസൻസോ അങ്ങനെ എന്ത് ഫ്ലേവറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വാനില എസൻസ് ചേർത്ത് വീഡിയോ ചെയ്തപ്പോൾ വാനില എസൻസ് മാറ്റാൻ പറ്റുമോ അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ പാലാണ് ചേർത്തിട്ടുള്ളത്. പാക്കറ്റ് പാൽ തന്നെയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആയിരിക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അധികം ടൈറ്റോ അധികം ലൂസോ അല്ലാത്ത ഒരു ബാറ്ററാണിത്. അപ്പോൾ നമ്മൾ ബാറ്റർ അവിടെ നിൽക്കട്ടെ. നമുക്കിനി കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ അലൂമിനിയം കേക്ക് ടിന്നാണ് എടുത്തിട്ട് 7 ഇഞ്ച് വ്യാസവും അതുപോലെ 2 ഇഞ്ച് കനമുള്ള കേക്ക് ടിന്നാണിത്. ഇത് ഞാനിപ്പോൾ ഒരു കഷ്ണം ബട്ടർ വെച്ചിട്ടാണ് ഗ്രീസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ഓയിലും ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം മൈദ നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ തണുത്തതിന് ശേഷം എടുക്കുന്ന സമയത്ത് എവിടെയും ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയിട്ട് നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഒന്ന് നന്നായി തന്നെ ഒരു 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ചരുവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം മണൽ നിരത്തി ഒരു സ്റ്റാൻഡ് വെച്ച് 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്ന് ബാറ്ററോട് കൂടി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് വെരി ലോ ഫ്ലെയിമിൽ ഒരു 50 മിനിറ്റ്, വളരെ ചെറിയ തീയിൽ ഒരു 50 മിനിറ്റ്, ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ 35-40 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയായി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണിത്. ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് അല്ലെങ്കിൽ ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. അതിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം. അപ്പം ക്ലിയറായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളെ കേക്ക് റെഡിയാണ്. ഒരല്പമെങ്കിലും പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ സമയം ഒന്ന് ബേക്ക് ചെയ്താൽ മതി. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഒരു ഇത് കിട്ടില്ല. നന്നായി തണുത്തതിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഇതിവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി.
അപ്പോൾ എമർജൻസി വെച്ച് ട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്, വെളിച്ചമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ്. നമ്മൾ എഗ്ഗൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്കൊരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു കേക്ക് ആയിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, നമ്മൾ ബർത്ത്ഡേ കേക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതിൽ ഫ്ലേവർ ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.